ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി കുറേ വർഷങ്ങളെല്ലാമായി ഇതുപോലെ ഒരുപാട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയെങ്കിലും എനിക്ക് 4000 വാച്ച് അവർ അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നേടിയെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് ഇങ്ങനെ പല ഓഫറും വരുന്നുണ്ട്, ഇതെല്ലാം കൊടുത്ത് സബ്സ്ക്രൈബേഴ്സ്, വാച്ച് ടൈം, വ്യൂസ് ഇതെല്ലാം വാങ്ങാമോ? ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇങ്ങനെ കമൻ്റ് ആയാലും അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടെല്ലാം ഇത്തരത്തിൽ ഒരുപാട് പേർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഉത്തരമാണ് ഇവിടെ ഇന്ന് നൽകുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നിന്നും ഒഫീഷ്യലായ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇതിനെക്കുറിച്ചും അതുപോലെ എൻ്റെ ഒരു അഭിപ്രായം എല്ലാം തന്നെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യമായി യൂട്യൂബ് തന്നെ ഇതിനെക്കുറിച്ച് സ്പെസിഫൈ ചെയ്ത് ഇതിൻ്റെ പോളിസിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ ഒരു കാര്യത്തെ പറയുന്നത്, അതായത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് ഇത്തരത്തിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂസ് അതുപോലെ വാച്ച് ടൈം ഇതെല്ലാം നേടുന്നതിനെ പറയുന്നതാണ് ഫേക്ക് എൻഗേജ്മെൻറ്റ് എന്നത്. യൂട്യൂബ് നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ചാനലിൽ ഫേക്ക് എൻഗേജ്മെൻ്റ് എല്ലാം കാണുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ റിമൂവ് ചെയ്യുകയും, അതായത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫേക്ക് എൻഗേജ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് കമൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ലൈക്സ് ആണെങ്കിലും, ഇനി നിങ്ങൾക്ക് വാച്ച് ടൈം ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഇത്തരത്തിൽ എന്തു തന്നെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്, ഇതെല്ലാം തന്നെ യൂട്യൂബ് ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ അപ്പോൾ തന്നെ റിമൂവ് ആകും. അതിനാൽ തന്നെയാണ് ചില ചാനലുകളിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഒരു ഹൈക്കെല്ലാം അവരുടെ വ്യൂസിലെല്ലാം വന്നിട്ടുണ്ടാകും. ഇത്തരത്തിൽ ഇവർ ഇത് പർച്ചേസ് ചെയ്തതാണെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ഒരു ചാനൽ നോക്കിയാൽ കാണാം, അതിൽ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് വ്യൂസ് കൂടിയതുപോലെ തന്നെ പെട്ടെന്ന് ആ വ്യൂസ് എല്ലാം നഷ്ടമായി, ഇതെല്ലാം തന്നെ കുറഞ്ഞ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലെല്ലാം കാണാം. അതായത് ഇതെല്ലാം തന്നെ യൂട്യൂബ് ട്രേസ് ചെയ്തതിൻ്റെ ഫലമായി ഇതെല്ലാം തന്നെ അവരുടെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഫേക്കായി വരുന്ന വ്യൂസിൻ്റെ കാര്യത്തിലെല്ലാമാണ്. എന്നാൽ ചില ആളുകൾ പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് സബ്സ്ക്രൈബേഴ്സ്, വാച്ച് ടൈം അതുപോലെ നമ്മുടെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരുടെ ചാനലിൻ്റെ ടെർമിനേഷൻ വരെ സംഭവിക്കാവുന്ന കാര്യമാണ്. അതിനാൽ തന്നെ യൂട്യൂബ് പോളിസി ഇത് വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ടെർമിനേഷൻ വരെ സംഭവിക്കാം. അതായത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ഒന്നും തന്നെ യൂട്യൂബ് അംഗീകരിക്കുന്നില്ല. അതിനാൽ തന്നെയാണ് ഈ ഫേക്ക് എൻഗേജ്മെൻറ്റ് പോളിസിയെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യമെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത് അതുപോലെ ഇതുപോലെ നിങ്ങൾ ഓഫർ ചെയ്യുന്നത്, അതായത് മറ്റൊരാൾക്ക് സബ്സ്ക്രൈബേഴ്സ് അതുപോലെ നിങ്ങൾ വാച്ച് ടൈം എല്ലാം ഓഫർ ചെയ്ത് വീഡിയോ ചെയ്യുന്നതെല്ലാം യൂട്യൂബ് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആണ്. അതിനാൽ തന്നെ ആരെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യുകയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിന് ഇത് ദോഷം ചെയ്യുകയും നിങ്ങളുടെ ചാനൽ ടെർമിനേഷൻ വരെ എല്ലാം സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളൊന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഇത് ലീഗലായി നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് യൂട്യൂബ് നൽകിയിരിക്കുന്നത്. യൂട്യൂബിൻ്റെ ഒരു ഓപ്ഷനുണ്ട്, പ്രൊമോഷൻ എന്ന ഓപ്ഷനാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചെറിയ പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോസ് എല്ലാം തന്നെ കൂടുതൽ ആളുകളിലേക്കെല്ലാം എത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു വീഡിയോ, അതായത് നിങ്ങൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു, അതിനൊരു പേയ്മെൻ്റ് എല്ലാം നിങ്ങൾ കൊടുക്കുന്നു, ഇത് ഒരുപാട് പേരിലേക്ക് യൂട്യൂബ് ഇത് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് എല്ലാം വരാൻ അതുപോലെ അതിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് എല്ലാം നേടിയെടുക്കാനുള്ള സാഹചര്യമാണ് ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടിയായി ഇത്ര സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂസ് എല്ലാം കിട്ടുമെന്നൊന്നും നമുക്കിതിൽ ഉറപ്പിക്കാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ബൂസ്റ്റ് ചെയ്യാനെല്ലാം ഇത്തരത്തിൽ ഈ ഒരു ഫീച്ചറെല്ലാം യൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ നിങ്ങളുടെ വീഡിയോ എല്ലാം പ്രൊമോഷനിലൂടെ ബൂസ്റ്റ് ചെയ്താലും ഇതൊന്നും തന്നെ മോണിറ്റൈസേഷന് വേണ്ടി എടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് ജസ്റ്റ് നിങ്ങളുടെ ചാനൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഉപകരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങളുടെ വീഡിയോ കണ്ട് ചില ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിച്ചു എങ്കിൽ
അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഇടുന്ന വീഡിയോസ് ഇത് പ്രൊമോഷനൊന്നും ഇല്ലാതെ നമ്മൾ നോർമൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. അതിനാൽ തന്നെ അതിലേക്കെല്ലാം തന്നെ ഇത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്തവരിൽ നിന്നുള്ള വ്യൂസ് എല്ലാം വരുമ്പോൾ നമ്മുടെ ചാനൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റാണ് ഇത്തരത്തിൽ പ്രൊമോഷൻ എന്ന ഫീച്ചർ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പേയ്മെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതുപോലെ ഓഫർ ചെയ്ത കാര്യത്തിലെല്ലാം ചെന്ന് പോകുമ്പോൾ നമ്മുടെ ചാനലിന് ഇത് ദോഷമാണ് സംഭവിക്കുക. ഇനി മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യൂട്യൂബിന് ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു ഫേക്ക് എൻഗേജ്മെൻ്റ് എല്ലാം കൊണ്ടുവന്നത്, അതായത് നിങ്ങൾ പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് നിങ്ങൾ ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വാച്ച് ടൈം എല്ലാം കൂട്ടിയത് ഇത് ട്രേസ് ചെയ്യുന്നില്ല എന്ന് തന്നെ നിങ്ങൾ കരുതുക. ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്നിരിക്കട്ടെ, എന്നാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല ഉപയോഗവുമുണ്ടോ? ഇതിനെക്കുറിച്ച് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോണിറ്റൈസേഷൻ ലഭിച്ചിട്ടുണ്ട്, യൂട്യൂബ് ഇത്തരത്തിൽ ഇത് ട്രേസ് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്ന് പറയുന്നത് ഇത് ബോട്ട് വഴിയെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആകാം. ഇനി ഇത് ബോട്ട് വഴിയല്ല, ഇത് കുറേ ആളുകൾ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്ന് കരുതുക. എന്നാൽ കൂടി പിന്നീട് നിങ്ങൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിലേക്കൊന്നും നിങ്ങൾക്ക് വ്യൂസ് ഒന്നും കാണാൻ സാധിക്കില്ല. കാരണം ഇത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്തവർ അവർ നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തവരോ അല്ല. അതിനാൽ തന്നെയാണ് പിന്നീട് നിങ്ങൾ ഈ ഒരു ചാനലിൽ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ ഇതെല്ലാം തന്നെ വ്യൂസ് എല്ലാം ഡൗൺ ആവുകയും മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ വീഡിയോ ഇത് സജസ്റ്റ് ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനൽ ഡെഡ് ആകാനുള്ള സാധ്യത കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു യൂസുമില്ല, നിങ്ങളുടെ പേയ്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെയാണ് ഞാൻ വളരെയധികം ശ്രദ്ധിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പറയുന്നത്. ഒന്നാമതായി നമുക്ക് ഇത് ട്രേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് സ്വപ്നം അപ്പോൾ തന്നെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റായി ഇത്തരത്തിലൊരു ആക്ടിവിറ്റി എല്ലാമാണ് വരുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇത്തരത്തിൽ നല്ല രീതിയിൽ ഒരു ചാനൽ കൊണ്ടുപോവുക എന്നതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്ക് മൂലം നിങ്ങൾ ചെയ്ത വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ചാനലിലേക്ക് ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങളുടെ ചാനലിന് അത് ഗുണം ചെയ്യുക. അല്ലാതെ ആരും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന 100 സബ്സ്ക്രൈബേഴ്സ് 200 സബ്സ്ക്രൈബേഴ്സ് എന്നെല്ലാം പറയുന്നത് ഇതൊന്നും തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാത്തൊരു കാര്യമാണെന്ന് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. കാരണം ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ചാനലിന് കൂടുതൽ ദോഷമെല്ലാമാണ് ഇത്തരത്തിലെല്ലാം ചെയ്യുക വഴി ഉണ്ടാവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ യൂട്യൂബ് ചാനലെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്